മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് ഇത് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രമാണെന്നുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടെ വ്യക്തമായി. അദ്ദേഹത്തിന് എന്ത് ധാർമ്മികതയാണ് അതേക്കുറിച്ച് സംസാരിക്കാനുള്ളത്? ഇപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ കുറ്റപത്രം സമർപ്പിച്ച ഈ ലൈംഗികാരോപണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച MLA മാർ ഇപ്പോൾ പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിച്ചില്ല. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു, 2 കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അങ്ങനെയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറുഭാഗത്തോ ഇപ്പം രാഹുലിനെതിരെയുള്ള ആരോപണത്തിൽ കോടതിയുടെ തന്നെ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ അതിനകത്ത് പാർട്ടി സ്വീകരിച്ച സമീപനം, കോൺഗ്രസ് പാർട്ടി എടുത്തൊരു സമീപനവും CPM എടുത്തൊരു സമീപനവും കേരളത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പോലും അവരെ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിക്കുന്നു. മറുഭാഗത്ത് UDF ആണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഡേ 1 തന്നെ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, ആദ്യം പിന്നീട് പുറത്താക്കുന്നു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ശക്തമായ നിലപാട്, ഒരു ആരോപണം വന്നപ്പോൾ പോലും അതിശക്തമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിൽ ജനം ആരുടെ കൂടെ നിൽക്കുന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയമില്ലാതെ ജനങ്ങളത് ഈ തെരഞ്ഞെടുപ്പിൽ വിധി രേഖപ്പെടുത്തും.